നമുക്കപ്പം അതിഥിയായി ഗഫൂർ ആണ് ചേരുന്നത്. ഗഫൂർ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഗഫൂറിനോട് ചോദിച്ചു തന്നെ എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ എന്ന് നമുക്ക് അറിയാം. ഗഫൂർ, സ്വാഗതം. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ രാത്രിയാണോ ഇന്ന് രാവിലെയാണോ നിങ്ങൾക്ക് ഈ 50 പേർക്ക് ഒരു ദിവസം ടെസ്റ്റ് നടത്തിയാൽ മതി എന്നുള്ള ആ ഒരു ഉത്തരവ്, ആ ഒരു നിർദ്ദേശം കിട്ടിയത്? ഞങ്ങൾ ഇന്ന് കാലത്ത് ആണ് വിവരങ്ങൾ അറിയുന്നത്. ഇന്ന് നിർദ്ദേശം കിട്ടിയത് രാവിലെ വന്ന ഉദ്യോഗസ്ഥർ വരുമ്പോഴാണ്. ഇന്നലെ രാത്രി മീഡിയകളെല്ലാം എഴുതി കാണിക്കുന്നുണ്ടെന്ന് കേട്ടായിരുന്നു. പക്ഷെ ഒരു മെസ്സേജ് ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാലത്ത് ഗ്രൗണ്ടിൽ വന്ന് ടെസ്റ്റിന് വന്നപ്പോ ഞങ്ങളുടെ കൂടെ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ള ഒരു ജില്ലയാണ്. 150 പേർക്ക് 3 മാസത്തേക്ക് ഫിൽഡ് ആണ് ഡേറ്റ, സ്ലോട്ടുകൾ ഫുള്ള്. 150 പേരാണ് അറ്റൻഡ് ചെയ്യാൻ ടെസ്റ്റിന് വരുന്നത്. അത് ഇന്നലെ ഇന്ന് ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയത് ജൂൺ 4-നാണ്. ജൂൺ 4 വരെ ഫില്ലായിട്ട് ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡേറ്റ് കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. ഏകദേശം ഒരു 10,000-ന്റെ മേലെ ആളുകൾ ടെസ്റ്റ് ഡേറ്റ് കിട്ടാതെ മലപ്പുറത്തുണ്ട്. അത്രയും പേരുള്ള ഈ അവസ്ഥയിലാണ് രാവിലെ 150 പേര് ടെസ്റ്റിന് വന്ന ഗ്രൗണ്ടില് ഉദ്യോഗസ്ഥർ വന്നിട്ട് പറയുന്നത് ഇന്ന് 50 പേരെ ടെസ്റ്റിന് എടുക്കാൻ പറ്റൂ, ബാക്കി 130 പേര് മടങ്ങി പോകണം. അതിന് അവര് പറയുന്നത് മന്ത്രിയുടെ നിർദ്ദേശം ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഉത്തരവ് വല്ലതും ഉണ്ടോ ചോദിച്ചോ, ഇല്ല മന്ത്രി. അതെ, ഞങ്ങളെല്ലാം ശരിക്കും പ്രതീക്ഷിച്ചു. ഞങ്ങളെ പോലെ തന്നെ മടങ്ങി പോകാൻ പറഞ്ഞ കാൻഡിഡേറ്റ്സ്, അപേക്ഷകര് പ്രതിഷേധിക്കാൻ പറ്റണ്ടോ? അവരോട് തിരിച്ചു പോകാൻ പറഞ്ഞാൽ 3 മാസം മുമ്പ് നവംബറിൽ ലേണേഴ്സ് കഴിഞ്ഞ് 3 മാസം മുമ്പാണ് ഇന്നത്തേക്ക് സ്ലോട്ട് എടുത്തിട്ടുള്ളത്, അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുള്ളത്. ഈ അപ്പോയിന്റ്മെന്റ് എടുത്തവര് കാലത്ത് വന്നിട്ട് 7-7:30 മണിക്കാണ് ഉദ്യോഗസ്ഥർ വരുന്നത്. ആ സമയത്താണ് ഇവരോട് പറയുന്നത് 130 പേര്, നിങ്ങൾ ഇതിൽ 130 പേര് മടങ്ങി പോകണം, 50 പേർക്കേ ടെസ്റ്റ് നടത്തുള്ളൂ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന അപേക്ഷകര് പ്രതിഷേധിക്കില്ലേ? പ്രതിഷേധിക്കാതെ തരവില്ലല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ഇപ്പം താങ്കൾ പറഞ്ഞു 150ഓളം ആളുകൾ വന്നിരുന്നു എന്ന്. ഈ ആളുകൾക്കൊക്കെ എന്നിട്ട് ഇന്ന് ടെസ്റ്റ് എടുക്കാൻ കഴിഞ്ഞോ? അതെ, ഇപ്പൊ പിന്നീട് മന്ത്രി ഉത്തരവ് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പറഞ്ഞ് മാധ്യമങ്ങളുടെ വന്ന് ആദ്യം നടത്താൻ പറഞ്ഞ് ഇപ്പോൾ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. മലപ്പുറത്ത് ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞിട്ടില്ല. 12 മണിക്ക് ശേഷമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് തുടങ്ങിയത്. രാവിലെ 7:30 തുടങ്ങിയ ടെസ്റ്റ് തീരണമെങ്കിൽ സാധാരണഗതിയിൽ 2-2:30 മണിയാവും. ഇന്നിപ്പോ 12 മണിക്കാണ് തുടങ്ങിയത്. മിക്കവാറും വൈകുന്നേരം ഒരു 5:30-6 മണിയാകുമ്പോഴേക്ക് ടെസ്റ്റ് തീരാൻ സാധ്യതയുള്ളൂ. അത്രയും രാവിലെ 7:30 മണിക്ക് ടെസ്റ്റിന് വരേണ്ട എത്തിച്ചേരാൻ പലരും 5 മണി 5:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയവരാണ്. അവരിപ്പോ വന്ന് ഇപ്പോഴും ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിയാതെ കാത്തിരിക്കുക, ഇന്നലത്തെ ഒരൊറ്റ ഉത്തരവിന്റെ പുറത്ത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ 50 പേർക്ക് 120 ഒക്കെ നടത്തുന്നോണ്ടിരുന്ന ഇതാണ്, അവിടെ ഇപ്പൊ 50 പേർക്കാക്കി ചുരുക്കാനുള്ള ഒരു കാരണം എന്താണ്? താങ്കൾക്ക് അപ്പൊ ഈ നിർദ്ദേശം മാത്രമാണ്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആളുകളുടെ എണ്ണം കുറയ്ക്കുന്നു എന്ന് പറയുന്നുണ്ടോ? അത് ഞങ്ങൾക്കറിയാം. മിനിസ്റ്റർ അടുത്ത് ചോദിക്കണം. മിനിസ്റ്ററാണ് ആ ഉത്തരവ് പെട്ടെന്ന് ഒരു ദിവസം വൈകുന്നേരം എന്തോ വെളിപാട് പോലെ പറഞ്ഞത്. ഇന്നലെ വിളിച്ച് കേരളത്തിലെ ഓരോ ഓഫീസിനകത്തും 50 പേരെ നടത്താൻ പറ്റുള്ളൂ. ഇതിനു മുമ്പ് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും 2 പേര് 40 ഫ്രഷ് ലൈസൻസ്, പുതിയ ലൈസൻസിനും 20 ഫീൽഡ് വർക്കുമായിട്ട് 60 പേരെ നടത്താമെന്നാണ് 98-ൽ ഇറക്കിയ സർക്കുലർ. അതനുസരിച്ചാണ് നടക്കുന്നത്. മന്ത്രി കഴിഞ്ഞ പ്രാവശ്യം 2001-ൽ ഈ മന്ത്രി ആയിരുന്ന സമയത്തും ഇതുപോലെ 60 പേരാണ് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 40 പുതിയ ആളുകൾക്കും 20 തോറ്റുപോയ അപേക്ഷകർക്കും വേണ്ടി നടത്തിയിരുന്നു. ആ 60 പേരെ തന്നെ ഇവിടെ മലപ്പുറത്ത് 3 MVമാരും 3 AMVമാരും 3 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും 3 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും ഉള്ളത് കൊണ്ട് 180 പേര്, 60 × 3 180 പേർക്ക് അപേക്ഷകർക്ക് സ്ലോട്ട് കൊടുക്കുന്നുണ്ട്. ആ 180 പേരാണ് വന്നത്. അപ്പോഴാണ് പറയുന്നത് 50 പേർക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ ചുരുക്കുമ്പോ ഇപ്പൊ താങ്കൾ പറഞ്ഞു 150 പേര് ആയിട്ട് പോലും 6 മാസത്തേക്കൊക്കെ ഫുൾ സ്ലോട്ടുകളും ബുക്ക്ഡ് ആണ് എന്ന്. ഇപ്പൊ 50 പേരായിട്ട് ചുരുക്കുമ്പോ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ? അത് വലിയ പ്രയാസം ഉണ്ടാക്കില്ലേ? വളരെയധികം പ്രയാസം ഉണ്ടാകും. വലിയ പ്രയാസം ഒന്നല്ല, വളരെയധികം പ്രയാസം ഉണ്ടാകും. ഇന്ന് വന്നവർ ചോദിച്ചതാണ്, ഞങ്ങൾ 130 പേര് മടങ്ങി പോകുമ്പോൾ ഞങ്ങൾക്ക് എന്നാണ് ഇനി അടുത്ത ഡേറ്റ് കിട്ടുക, അടുത്തൊരു സ്ലോട്ട് കിട്ടുന്നത്, ടെസ്റ്റ് ഡേറ്റ് എന്ന് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉദ്യോഗസ്ഥർക്ക് യാതൊരു മറുപടിയില്ല. അപ്പോഴാണ് ജനങ്ങൾ ശരിക്കും ഈ വരുന്ന അപേക്ഷകർ പ്രതികരിക്കാൻ തുടങ്ങിയത്.
ഇവർക്ക് സംബന്ധിച്ചിടത്തോളം ഡേറ്റ് കിട്ടാൻ സാധ്യതയില്ല. കാരണം ഒരു ലേണേഴ്സിന്റെ കാലാവധി 6 മാസമാണ്. 3 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഡേറ്റ് കിട്ടിയത്. ഇനി 3 മാസത്തേക്ക് ഡേറ്റ് ഇല്ല. അപ്പൊ ഇനി ആ ലേണേഴ്സ് പുതുക്കിയാലേ അവർക്ക് പുതിയ ഡേറ്റ് കിട്ടും. മന്ത്രി ഈ കാര്യങ്ങളെ കുറിച്ചൊന്ന് അന്വേഷിക്കുകയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ വിശദമായ ഒരു യോഗമൊക്കെ നടത്തിയതിനു ശേഷമാണ് ഈ ഒരു തീരുമാനം എടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ ഉന്നയിക്കുന്ന ആശങ്കകളൊക്കെ ആ യോഗത്തിലേക്ക് നിങ്ങളെ പ്രതിനിധീകരിച്ച് ആരെങ്കിലും ഒക്കെ ഉയർത്തിയിരുന്നോ ശ്രീ ഗഫൂർ? അതിനെപ്പറ്റി വല്ല അറിവുണ്ടോ? ഇന്നലെ ഞങ്ങളെ വിളിച്ച് യോഗമൊന്നും നടത്തിയിട്ടില്ല. ഇല്ല. അവര് ഡിപ്പാർട്ട്മെന്റിലെ ജോയിന്റ് ആർടിഒമാരും ജോയിന്റ് ആർടിഒമാരും മന്ത്രിയും തമ്മിലുള്ള യോഗം നടന്നിട്ടുള്ളൂ. ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികളുമായി ഒന്നും വിളിച്ചിട്ടില്ല. ഈ ഇന്നലത്തെ യോഗത്തിൽ വിളിച്ചിട്ടില്ല. ഞങ്ങൾ ആരും അറിയില്ല. ഞങ്ങൾ എല്ലാ വിവരം മീഡിയാസിൽ എഴുതി കാണിക്കുന്നത് ഇന്നലെ രാത്രി 7-8 മണിക്ക് ശേഷം മീഡിയാസ് എഴുതി കാണിക്കുന്നതാണ് കണ്ടത് 50 ആക്കി എന്നുള്ളത്. ഇന്ന് കാലത്ത് അതിന് ഔദ്യോഗികമായിട്ട് ഞങ്ങളോട് പറഞ്ഞ് ഇന്ന് കാലത്ത് വന്ന ഉദ്യോഗസ്ഥരാണ്. ഇപ്പം ഈ മന്ത്രി കുറെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇനി ലൈസൻസ് കിട്ടണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങളൊക്കെയാണ്. അതിനോട് പൊതുവെ നിങ്ങൾ അവിടെ പഠിക്കാൻ വരുന്ന ആളുകളൊക്കെ എങ്ങനെയാണ് അതിനോട് കാണുന്നത്? എങ്ങനെയാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കാൻ ആളുകൾ തന്നെയാണ്. ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുന്നത് ലൈസൻസ് എടുത്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. എങ്ങനെ വേണമെങ്കിലും പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതിന് ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുമ്പോ അതിനുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കണമെന്നാണ് കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ പറയുന്നത്. കേരളത്തിൽ ഇന്ന് 86 ഓഫീസുകളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുമ്പോൾ 9 എണ്ണത്തിലാണ് സർക്കാർ സംവിധാനം ഉള്ളത്. ബാക്കി 76 എണ്ണത്തിലും ഞങ്ങൾ വാടക ഈ അമ്പല കമ്മിറ്റി, പള്ളി കമ്മിറ്റി, ഇങ്ങനെ സ്വകാര്യ മേഖലകള് ഇവരിൽ നിന്നൊക്കെ വാടക എടുത്താൽ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു സ്വകാര്യ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഗ്രൗണ്ട് ഞങ്ങൾ ഡ്രൈവിംഗ് പരിശീലനത്തിനായിട്ട് വാടക എടുത്താണ്. അതാണ് ഞങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഉദ്യോഗസ്ഥർക്ക് സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അതിനകത്ത് എത്രയോ പേർക്ക് ഒരു ദിവസം 500 പേർക്കൊക്കെ ലൈസൻസ് കൊടുത്ത് ഗിന്നസ് ബുക്കിൽ കയറാനൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് മിനിസ്റ്റർ പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അതായത് എല്ലാവർക്കും എപ്പോഴും ലൈസൻസ് കിട്ടുന്നു. അത് വളരെ അതിന്റെ ഒരു കർശനമായ നിയന്ത്രണങ്ങളൊന്നുമില്ല. എന്നാൽ അതിലാണ് ഒരു മാറ്റം വരുത്താൻ ആലോചിക്കുന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ നിലവിൽ? അങ്ങനെയൊന്നുമില്ലല്ലോ. മുമ്പ് ഒരു സമിതിയിൽ നിന്ന് ആലോചിച്ച് പഠിച്ച് തീരുമാനിച്ചതാണ് 40 പേർക്ക് ടെസ്റ്റ് കൊടുക്കാമെന്ന്. ഒരു കുട്ടി ചക്രം നിർത്താതെയാണ് ട്രാക്കിൽ എടുക്കുന്നത്. ആ ട്രാക്കിൽ ഒരു ചക്രം നിർത്താതെ എടുക്കാൻ 2 മിനിറ്റ് സമയം മതി. വീല് നിർത്തി എടുക്കുകയല്ല. ആ കഴിഞ്ഞ് റോഡ് ടെസ്റ്റിന് 20 നിർദ്ദേശങ്ങളുണ്ട് റോഡ് ടെസ്റ്റിൽ പരിശോധിക്കേണ്ടത്. അതും നിർദ്ദേശങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് ഒരാൾക്ക് ലൈസൻസ് കൊടുക്കുന്നത്. ഇത് മന്ത്രി പറയുന്നത് 20 പേർക്ക് മതി അല്ലെങ്കിൽ 50 പേർക്ക് മതി എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഇത് മറ്റൊരു മേഖലയിലേക്ക് മറ്റൊരു ടീം ഇതിനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. ഈ ലൈസൻസ് എടുക്കുന്നത് അവർക്ക് കൊടുക്കാനുള്ള ഉദ്ദേശമായിരിക്കാം. അതല്ലാതെ ഡ്രൈവിംഗ് സ്കൂളുകൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാതെ ആർക്കും ലൈസൻസ് വേണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. കേരളത്തിന് പുറത്ത് അതെല്ലാം ലഭിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ കേരളത്തിനകത്ത് കൃത്യമായ രീതിയിൽ H8 റോഡ് ടെസ്റ്റ് ഇതെല്ലാം നിയമം പറഞ്ഞിരിക്കുന്ന കേന്ദ്ര മോട്ടോർ വാഹന നിയമം ചട്ടങ്ങളും പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് മാത്രമാണ് ടെസ്റ്റ് നടത്തുന്നത്. അതിൽ വിജയിച്ചവർക്ക് മാത്രമേ ലൈസൻസ് കൊടുക്കുന്നുള്ളൂ. ഇപ്പൊ ഈ ഒറ്റ രാത്രി ഇന്നലെ വൈകുന്നേരം ഒരു യോഗം ചേരുന്നു, ഇന്നലെ രാത്രി ഒരു തീരുമാനം എടുക്കുന്നു, ഇന്ന് രാവിലെ ആ നിർദ്ദേശം നൽകുന്നു. അതൊക്കെ പ്രാക്ടിക്കൽ ആണോ നടപ്പിലാക്കാൻ വേണ്ടി? കാരണം ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ലൈസൻസ് എടുക്കണമെങ്കിൽ അതിന് മുൻപ് ലേണേഴ്സ് ലൈസൻസ് എടുക്കണം. അതിനൊരു വാലിഡിറ്റി ഉണ്ട്. ആളുകൾക്ക് ഇപ്പം ഈ ഒരു ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് അവധി എടുക്കുന്നവരുണ്ടാകും, പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരുണ്ടാകും, വേറെ ഒരുപക്ഷെ പുറത്തൊക്കെ ജോലിക്ക് പോകാൻ ആഗ്രഹിച്ച് അതുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന ആളുകളുണ്ടാകും. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ പരിഗണിക്കേണ്ടതില്ലേ? ഇപ്പൊ ഈ പെട്ടെന്ന് ഒരു ദിവസം എന്നാ ശരി ഇനി അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ ആണോ ശ്രീ ഗഫൂർ? ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. ഇത് പറഞ്ഞല്ലോ 3 മാസം മുമ്പ് അവർക്ക് സൗകര്യമുള്ള ഒരു ഡേറ്റ് എടുത്തിരിക്കുകയാണ്. 90 ഡേയ്സ് മുമ്പാണ് ഡേറ്റ് കിട്ടുന്നത്. അത് തന്നെ വളരെ ബുദ്ധിമുട്ടി. 10 മണിക്ക് സ്ലോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഡേറ്റിന്റെ സൈറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് 1 മിനിറ്റ് പരമാവധി പോയ 1.5 മിനിറ്റ് ആണ് ഈ സൈറ്റ് നിൽക്കുന്നത്. അതിന്റെ മുമ്പ് നമ്മൾ റെയിൽവേയിലെ തത്കാൽ ടിക്കറ്റ് എടുക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടിലാണ് മലപ്പുറത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് എടുക്കുന്നത്. ആ ഡേറ്റ്
കിട്ടിക്കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം കാത്തിരുന്ന ഈ ദിവസം ഞങ്ങൾക്ക് ടെസ്റ്റാണ്, ഇനി വേറൊരു ഡേറ്റ് കിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി വരുന്നവര് അവരുടെ പല ജോലികളും നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്, ഇപ്പൊ മിഥുൽ മാധവ് എന്നൊരു വ്യക്തി പറയുന്നു, സാങ്കേതിക വിദ്യയൊക്കെ പുരോഗമിക്കുന്ന ഈ കാലഘട്ടത്ത് അത് പുരോഗമിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ആളുകൾക്ക് അവസരം ലഭിക്കുകയാണ് വേണ്ടത്. പക്ഷേ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തല തിരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന്. ശരിയല്ലേ അത്? അത് ശരിയാണ്. എത്രയും പെട്ടെന്ന് ടെസ്റ്റ് പിന്നെ നമ്മുടെ ഓൺലൈനിൽ ടെസ്റ്റ് ഡേറ്റുകളെ കൊടുത്ത് പെട്ടെന്ന് ബുക്ക് ചെയ്ത് അത് പെട്ടെന്ന് ടെസ്റ്റ് നടത്തിയ ആളുകളെ വിടേണ്ട ഒരു അവസരം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ എല്ലാം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ലൈസൻസ് കൊടുക്കണ്ടെന്ന് പറയുന്നു, വളരെ കുറച്ച് പേർക്ക് ലൈസൻസ് കൊടുത്താൽ മതി എന്ന് പറയുന്നു. ഇപ്പോഴത്തെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ ഓടിക്കണമെങ്കിൽ കാറിന്റെ ലൈസൻസ് വേണം. പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്, മിനിസ്റ്ററുടെ ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അതുകൂടി ഒന്ന് കേട്ടിട്ട് ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. 6 മിനിറ്റിനുള്ളിൽ ഒരു ലൈസൻസ് കൊടുക്കുന്ന രീതി മാറ്റണം എന്നാണ് മന്ത്രി പറയുന്നത്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി ചേർന്നാണ് കൊല്ലത്ത് കോൺഗ്രസ് ഇന്ന് പ്രതിഷേധിച്ചത്. യോഗത്തിലെ തീരുമാനം ചോർത്തിയ ഉദ്യോഗസ്ഥനെതിരെ കർശനമായ നടപടിയെടുക്കുമെന്നും KB ഗണേഷ് കുമാർ ഇന്ന് പറഞ്ഞു. 8:30 മണി മുതൽ 1:30 മണി വരെ, 2 മണി വരെയാണ് മാക്സ്. അപ്പോൾ 6 മണിക്കൂറാണ്. ഈ 6 മണിക്കൂറിലാണ് ഒരാൾ 60 ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ഒരു മണിക്കൂറിൽ 10 ലൈസൻസാണ്. അപ്പോൾ ഒരു ലൈസൻസിന് കിട്ടുന്നത് 6 മിനിറ്റാണ്. 6 മിനിറ്റ് കൊണ്ട് ഗ്രൗണ്ടിൽ ടെസ്റ്റ് ചെയ്യണം. ആ മിനിറ്റിനുള്ളിൽ തന്നെ വണ്ടിയുടെ പരീക്ഷ എഴുതുന്ന ആളുമായി ചോദ്യോത്തരം നടത്തണം. ഇതാണ് നിയമം. അത് കഴിഞ്ഞാൽ റോഡിൽ ടെസ്റ്റ് ചെയ്യണം. റോഡിൽ ടെസ്റ്റ് ചെയ്യാൻ കാറിലേക്ക് കയറിയിരുന്ന് ഉദ്യോഗാർത്ഥി ലെഫ്റ്റ് ഇടുമ്പോൾ പഠിക്കാൻ പരീക്ഷ എഴുതാൻ വന്ന ആൾ ബെൽറ്റ് ഇടുമ്പോൾ തന്നെ 3 മിനിറ്റ് കഴിഞ്ഞ്, ഗിയറിട്ട് എടുക്കുമ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞ്. അപ്പോൾ 6 മിനിറ്റ് കൊണ്ട് അത്ഭുതകരമായി ഈ കൊടുക്കുന്ന നടപടി പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഔദ്യോഗികമായി നടത്തിയൊരു യോഗത്തിലെ വിവരങ്ങൾ രാത്രി തന്നെ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്ത ഉദ്യോഗസ്ഥരെതിരെ കർശനമായ നടപടിയെടുക്കും. തീരുമാനം എഴുതിയാണ് കൊടുക്കുന്നത്, ഉത്തരവായിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉത്തരവ് ഏതെങ്കിലും ആരെങ്കിലുണ്ടോ? അങ്ങനെ ഉത്തരവില്ല. എവിടെ ഇറങ്ങിയിരിക്കുന്നു? ഇപ്പം മിനിസ്റ്റർ പറയുന്നത് അങ്ങനെ ഒരു ഉത്തരവില്ല എന്ന്. പിന്നെ നിങ്ങൾ ഇന്ന് രാവിലെ എങ്ങനെയാണ് കാര്യങ്ങൾ അറിഞ്ഞത് ശ്രീ ഗഫൂർ? ഉത്തരവില്ല, ഞങ്ങളോട് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മന്ത്രി പറഞ്ഞ കഴിഞ്ഞ മീറ്റിംഗിൽ മന്ത്രി ഇങ്ങനെ നാളെ മുതൽ 50 പേരെ നടത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രൗണ്ടിൽ ഞങ്ങളോടല്ല പറയുന്നത്, വന്നിട്ടുള്ള കാൻഡിഡേറ്റ്സിനോട്, അപേക്ഷകരുടെ അടുത്താണ് പറയുന്നത്. RTO ഞങ്ങളോട് പറഞ്ഞു, മന്ത്രിയുടെ നിർദ്ദേശമുണ്ട് കഴിഞ്ഞ മീറ്റിംഗില് ഒരു ദിവസം 50 പേരെ വെച്ച് നാളെ മുതൽ നടത്തിയാൽ മതിയെന്ന്. അതുകൊണ്ട് 50 പേരെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞു വന്ന ഉദ്യോഗസ്ഥർ ഒരു ദിവസം 50 പേരെ എങ്ങനെ തെരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല, അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു മാനദണ്ഡം സർക്കാർ നിർദ്ദേശിച്ചിട്ടില്ല, മന്ത്രിയോ നിർദ്ദേശിച്ചിട്ടില്ല. അപ്പൊ അത് എങ്ങനെ തിരഞ്ഞെടുക്കും എന്നുള്ളിടത്താണ് പ്രശ്നം വന്നത്. അപ്പോഴാണ് പിന്നെ നിങ്ങൾ 150 പേര് കൂട്ടം കൂടി നിൽക്കുന്നവരുടെ നിങ്ങൾ വരിയായിട്ട് നിന്ന് ആദ്യം നിൽക്കുന്ന 50 പേരെ എടുക്കുന്നു പറഞ്ഞു. അതിങ്ങനെ ഇവര് സമ്മതിക്കോ? അങ്ങനെ ഒരു നിർദ്ദേശമാണ്. ഇപ്പൊ 6 മിനിറ്റ് ആണ് ഒരു ലൈസൻസ് എടുക്കാൻ വരുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ആകെ മാറ്റി വെക്കുന്നത്. 6 മിനിറ്റ് ആണ്. അതൊരു തരത്തിലും നടക്കാത്ത കാര്യമാണ്, അത്ഭുതകരമായാണ്. അതായത് കാറിലേക്ക് കയറുന്നു, സീറ്റ് ബെൽറ്റ് ഇടുന്നു, പിന്നെ നമുക്ക് അറിയാം ടെസ്റ്റ്, അതിന് എല്ലാം കൂടി 6 മിനിറ്റ്. അതാണ് മന്ത്രി പറഞ്ഞൊരു കണക്ക്. അത് ശരിയാണോ? അങ്ങനെയാണോ? അങ്ങനെ വളരെ തിടുക്കത്തിൽ പരീക്ഷകൾ നടക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല. മന്ത്രി തീർത്തും ഇതിനെപ്പറ്റി പഠിക്കാതെയാണ് പറയുന്നത്. ഈ ചോദ്യോത്തരം എന്ന് പറയുന്ന സാധനം ഇപ്പോഴില്ല. ലേണേഴ്സ് പരീക്ഷ എന്ന് പറയുന്നത് ആദ്യം കമ്പ്യൂട്ടറിലാണ് നടത്തുന്നത്. പഴയ കാലത്ത് നിന്നും മാറി ലേണേഴ്സ് പരീക്ഷ, ചോദ്യോത്തരം എന്ന് പറയുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ലേണേഴ്സ് പരീക്ഷ നടത്തി വിടുന്നു. പിന്നെ അവിടെ ചോദ്യോത്തരങ്ങളില്ല. പിന്നെ വരുന്നത് പാർട്ട് 1 ടെസ്റ്റ്. അത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണ്. ഒരു കുട്ടിയെ ടെസ്റ്റ് ചെയ്യുന്നത് 2 ഉദ്യോഗസ്ഥന്മാരാണ്. ഒരു അപേക്ഷകനെ ടെസ്റ്റ് ചെയ്യുന്ന 2 ഉദ്യോഗസ്ഥന്മാരാണ്. പാർട്ട് 1 ടെസ്റ്റ് H ട്രാക്കിൽ നടത്തുന്നത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണ്. ഒരു H വീൽ നിൽക്കാതെയാണ് എടുക്കുന്നത്. അതിന് പരമാവധി 2 മിനിറ്റേ വരൂ. അത് വീല് നിന്ന് പോയാൽ ആള് ഫെയിൽ ആവും. അതുകൊണ്ട് തന്നെ അത്രയും വേഗതയിൽ തന്നെ അയാൾ എടുക്കണം. രണ്ടാമത് വരുന്നതാണ് റോഡ് ടെസ്റ്റ്. അത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണ് നടത്തുന്നത്. അതും ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരം അവരെ കൊണ്ട് ഓടിപ്പിക്കുന്നുണ്ട്. 20 ക്വസ്റ്റ്യൻ ആ ടെസ്റ്റ് ഷീറ്റിൽ ആൻസർ ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ പാസ്സാക്കുന്നത്. മന്ത്രി പറയുന്നത് 2 പേരാണ്. മന്ത്രി ഒരാളാണ് ടെസ്റ്റ് നടത്തുന്നതെന്ന് പറയാം. ഒരാളല്ല. ഒരു ടെസ്റ്റ് ഷീറ്റിൽ ഇത്ര കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ടെസ്റ്റ് ഷീറ്റുകളെല്ലാം പരിശോധിച്ചാൽ അറിയാൻ പറ്റും. 2 ഉദ്യോഗസ്ഥര് 2 സമയമായിട്ട് ടെസ്റ്റ് നടത്തിയിട്ടാണ് ലൈസൻസ് കൊടുക്കുന്നത്. മന്ത്രി പഠിക്കാതെയാണ് കാര്യങ്ങൾ പറയുന്നത്. അത് പഠിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇന്നലെ ഇങ്ങനെ ഒരു ഉത്തരവിറക്കേണ്ടി വന്നിട്ടുണ്ടാവുക. 150ഉം 120ഉം
90 പിള്ളേർക്ക് സ്ലോട്ട് കൊടുത്തിട്ട് അവരോട് വന്ന് മടങ്ങി പോകണമെന്ന് മന്ത്രി പറയാൻ കാരണം ഇത് എന്താണ് ഇവിടെ നടന്നുകൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് മേഖലയിൽ നടക്കുന്നത് എന്ന് മന്ത്രി പരിശോധിക്കാത്തത് കൊണ്ടും അത് പഠിക്കാതെയുമാണ് മന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി ശരി, വളരെയധികം നന്ദി ശ്രീ ഗഫൂർ. കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും നേരിടുന്ന ഈ പ്രയാസങ്ങൾ അത് മന്ത്രിക്ക് മുൻപാകെ മന്ത്രി കേൾക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും ഇന്നലെ പ്രത്യേക യോഗം ചേർന്നിട്ടായിരുന്നു. അതിൽ ഇവരെ ഭാഗം കേട്ടില്ല, ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആളുകൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടില്ല എന്നൊരു പരാതി കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. മന്ത്രി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് തുടർക്കഥയാകുന്നുണ്ട്. മനുഷ്യ ജീവനുകൾക്ക് മുൻഗണന നൽകണം. അതുകൊണ്ട് എല്ലാവർക്കും ലൈസൻസ് നൽകുന്നതിനോട് യോജിക്കാനാവില്ല. സ്വാഭാവികമായും ടെസ്റ്റുകൾ അതുമായി ബന്ധപ്പെട്ട് പരിശോധനകളൊക്കെ കർശനമാക്കും. അതിനോട് യോജിക്കാൻ കഴിയും. പക്ഷേ ഈ മിന്നൽ വേഗത്തിൽ ഒറ്റ രാത്രി കൊണ്ടൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിൽ പ്രയാസപ്പെടുന്ന ആളുകൾ കൂടി ഉണ്ടെന്ന് മിനിസ്റ്റർ ശ്രദ്ധിക്കേണ്ടതാണ്.